വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. സംഘരാജ്യം നിലവഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ ബിജു, ഉദ്ഘാടകൻ KPCC അധ്യക്ഷൻ ശ്രീ A. സുധാകരൻ, മുഖ്യ പ്രഭാഷണം നിർവഹിച്ച പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, AICC സെക്രട്ടറി അയ്യപ്പൻ ഉൾപ്പെടെ ശിവകുമാർ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഒരു ദീർഘമായ പ്രസംഗത്തിന് പ്രസക്തിയില്ലാതാകുന്നു. പ്രതിപക്ഷ നേതാവും DPC പ്രസിഡന്റും വളരെ വ്യക്തമായി കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ ആവർത്തിക്കില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച ലോക്സഭയിൽ ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചർച്ചകൾക്ക് മറുപടി പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തെറ്റായ കാര്യം അവിടെ പരാമർശിച്ചു. അദ്ദേഹം പറഞ്ഞു, 947 സ്വാതന്ത്ര്യം കിട്ടി, 52 തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, മോഡി ചരിത്രം വായിച്ചു. എന്തായിരുന്നു 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടപ്പോൾ 200 വർഷമാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യ ഭരിച്ചത്. നമ്മുടെ ജനസംഖ്യയുടെ ഒരു കണക്കുണ്ടായിരുന്നു. ആരെങ്കിലും ഇംഗ്ലീഷുകാർ എഴുതിയ ചില കണക്കല്ലാതെ ഇന്ത്യയിൽ എത്ര ജനസംഖ്യയുണ്ട്? നമുക്കൊരു ഭരണഘടന ഉണ്ടായിരുന്നോ? തെരഞ്ഞെടുപ്പ് ഏത് സംവിധാനത്തിൽ വേണം? ഒരു തീരുമാനത്തിലെത്തണ്ടേ? ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾക്കാണ് 5 കൊല്ലം കൊണ്ട് പരിഹാരം ഉണ്ടാക്കിയത്. 47 നെഹ്റു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ മോഡിയുടെ നേതാവ് ശ്യാമപ്രകാശ് മുഖർജി ഉണ്ടായിരുന്നില്ല. ക്യാബിനറ്റ്, ഓൾ പാർട്ടി ക്യാബിനറ്റ് ആയിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെച്ച് എല്ലാവരും ഉണ്ടായത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്ന് നേരം എടുത്തില്ല. സ്വാതന്ത്ര്യം കിട്ടിയവർ അംഗീകരിച്ചിട്ടില്ല. ഇനിയും 10-20 കൊല്ലം കഴിഞ്ഞിട്ട് അംഗീകരിച്ചു. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴികെയുള്ള എല്ലാ പാർട്ടികളും ഗവൺമെന്റിനുണ്ട്. ആ ഗവൺമെന്റാണ് ഭരണഘടന എഴുതിയുണ്ടാക്കാൻ തീരുമാനിച്ചത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയർമാനായി അംബേദ്കറുടെ നേതൃത്വത്തിൽ ഒരു ഭരണഘടന ഉണ്ടാക്കി. രാജ്യത്തിന്റെ ജനസംഖ്യ കണക്കാക്കി. ബ്രിട്ടീഷ് മോഡൽ ജനാധിപത്യം എന്ന് തീരുമാനിച്ചു. ബ്രിട്ടീഷ് മോഡൽ എന്ന് പറഞ്ഞാൽ രാജാവില്ല, പകരം രാഷ്ട്രപതി. അങ്ങനെ വ്യക്തമായിട്ടൊരു കണക്കുണ്ടാക്കി, വോട്ടർ പട്ടിക ഉണ്ടാക്കി. ആദ്യത്തെ ഇലക്ഷൻ നടത്തുന്ന 51 ആരംഭിച്ച ഇലക്ഷൻ പ്രോസസ് അവസാനിച്ച് 52-ലാണ്. കാരണം പല ആൾക്കാരും അന്ന് ബ്രിട്ടീഷ് ഭരണത്തിൽ വിദ്യാഭ്യാസം കിട്ടിയിരുന്നില്ല. പാവപ്പെട്ടവർക്ക് അവർക്ക് മനസ്സിലാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ ഉണ്ടാക്കി, രാഷ്ട്രീയ തയ്യാറാക്കി. അപ്പൊ എന്തെല്ലാം പ്രോസസ് 5 കൊല്ലം കൊണ്ട് 50 കൊല്ലത്തെ ജോലി ചെയ്തു പണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ ഗവൺമെന്റ്. ഇതൊന്നും അറിയാത്ത പോലെ 47 മുതൽ 52 വരെ ഈ രാജ്യത്ത് ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നൊരു പ്രധാനമന്ത്രി പറയുമ്പോൾ അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞുകൊണ്ട് മാത്രം ഞാനൊന്നും പറഞ്ഞത് പച്ചക്കള്ളാണ് അദ്ദേഹം ആസ്വദിച്ചത്. പിന്നീടുള്ള എല്ലാ സന്ദർഭത്തിലും നെഹ്റു എന്താ പറഞ്ഞ ഭരണഘടന ഭേദഗതി കാലത്തിലെ മാറ്റം അനുസരിച്ച് ഭേദഗതി. ഇപ്പൊ പഴയ കാലമാണ്, ഇപ്പോഴത്തെ കാലം 19ാം നൂറ്റാണ്ടിന്റെ കാലമാണ്, 21ാം നൂറ്റാണ്ട്. അപ്പൊ കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഭരണഘടനയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ഭരണം അതിശക്തമായി മുന്നോട്ട്. ഇന്ത്യയിലെ സ്വകാര്യ ബാങ്കുകൾ ദേശസൽക്കരിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി സാമ്പത്തിക രംഗത്തിന് വിപ്ലവം ഉണ്ടാക്കി. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ഈ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നു. ഇങ്ങനെ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കി. അതെല്ലാം വെറും വാചകോടി. കുറെ ആൾക്കാർ കൈയടിക്കാനുണ്ട് എന്നുള്ള ധൈര്യത്തിൽ എന്ത് വിളിച്ചു പറയുന്ന ഒരു പ്രധാനമന്ത്രിയുടെ ജൽപ്പനങ്ങൾക്കെതിരായുള്ള അതിശക്തമായിട്ടുള്ള വികാരമാണ് ഇന്ന് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും രാജ്ഭവന്റെ മുമ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇതുപോലുള്ള ജാഥകൾ സംഘടിപ്പിച്ചത്. ഒരു കാര്യം വ്യക്തം, നമ്മുടെ ഭരണഘടന ഏറ്റവും പരമപ്രധാനം മതേതരത്വം. ആ മതേതരത്വത്തിന്റെ കടക്കിൽ ആര് കത്തിവയ്ക്കാൻ ശ്രമിച്ചാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ജീവനുള്ളിടത്തോളം കാലം അത് ഇന്ത്യയിൽ നടക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ജാഥയിൽ പങ്കെടുത്ത എല്ലാ കോൺഗ്രസ് പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വലിയ വാർത്തകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായിട്ട് നമസ്കാരം. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.